ഗോവർദ്ധന പർവ്വതം ഉയർത്തിയ ശ്രീകൃഷ്ണന്റെ കഥ നിങ്ങൾക്കറിയാമോ? ഒരു മലയെ മുഴുവൻ ഒരൊറ്റ വിരലിൽ ഉയർത്തി ഒരു കുട പോലെ പിടിച്ച ആ അത്ഭുത ബാലന്റെ കഥ. അതാണ് നമ്മുടെ ഉണ്ണിക്കണ്ണനായ ശ്രീകൃഷ്ണന്റെ കഥ. ഗോകുലത്തിലെ ജനങ്ങളെല്ലാവരും വർഷാവർഷം ഇന്ദ്രനെ പൂജിക്കാൻ ഒരുങ്ങുകയായിരുന്നു. കാരണം ഇന്ദ്രനാണ് മഴയുടെ ദേവൻ. കൃഷിക്ക് വേണ്ടിയും കന്നുകാലികൾക്ക് പുല്ല് കിട്ടാനും അവർക്ക് മഴ അത്യാവശ്യമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കുസൃതിക്കാരനായ കൃഷ്ണൻ അവിടേക്ക് വരുന്നത്. കൃഷ്ണൻ അവരോട് ചോദിച്ചു, നമ്മളെ സംരക്ഷിക്കുന്നതും നമ്മുടെ പശുക്കൾക്ക് ഭക്ഷണം നൽകുന്ന ഈ പുല്ല് വളർത്തുന്നതും ഈ ഗോവർദ്ധന പർവ്വതമല്ലേ? പിന്നെ എന്തിനാണ് നമ്മൾ ഇന്ദ്രനെ മാത്രം പൂജിക്കുന്നത്? നമ്മുടെ ജീവിതത്തിന് താങ്ങായ ഈ മലയല്ലേ നമ്മൾ ആരാധിക്കേണ്ടത്? കൃഷ്ണന്റെ വാക്കുകൾ കേട്ട് ഗോകുലവാസികൾക്ക് കാര്യം മനസ്സിലായി. അവർ ഇന്ദ്രനെ പൂജിക്കുന്നത് നിർത്തി ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ ഇന്ദ്രന് ദേഷ്യം സഹിക്കാനായില്ല. തന്നെ അവഗണിച്ച ഗോകുലവാസികളെ നശിപ്പിക്കാൻ അവൻ തീരുമാനിച്ചു. തുടർന്ന് ഇന്ദ്രൻ 7 ദിവസവും 7 രാത്രിയും നിർത്താതെ കൊടുങ്കാറ്റും പേമാരിയും അയച്ചു. ഗോകുലം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ തുടങ്ങി. ആളുകളും കന്നുകാലികളും പേടിച്ച് നിലവിളിച്ച് കൃഷ്ണന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. കണ്ണാ, ഈ പേമാരിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ, അവർ കരഞ്ഞു. കൃഷ്ണൻ ശാന്തമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പേടിക്കണ്ട, ഈ ഗോവർദ്ധന പർവ്വതം തന്നെ നമ്മളെ രക്ഷിക്കും. അങ്ങനെ ലോകം മുഴുവൻ അത്ഭുതത്തോടെ കണ്ടുനിന്ന ഒരു കാഴ്ച നടന്നു. ആ ഭീമാകാരമായ ഗോവർദ്ധന പർവ്വതത്തെ കൃഷ്ണൻ തന്റെ ഇടതുകൈയിലെ ചെറുവിരലിൽ ഒരു കുട പോലെ ഉയർത്തി. അതിന്റെ കീഴിൽ ഗോകുലത്തിലെ എല്ലാവർക്കും സുരക്ഷിതമായി അഭയം ലഭിച്ചു. 7 ദിവസവും അവർ ആ മലയുടെ കീഴിൽ സുരക്ഷിതരായി കഴിഞ്ഞു. ഇന്ദ്രൻ തോറ്റ് മഴ നിർത്തി. അങ്ങനെയാണ് ഒരു മലയെപ്പോലും ഒരു കുട പോലെ ഉയർത്തിപ്പിടിച്ച് ശ്രീകൃഷ്ണൻ തന്റെ ജനങ്ങളെ സംരക്ഷിച്ചത്.